ഇനി ഈ സ്വാഗത സംഘത്തിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ്. അതിനുശേഷം കുറച്ച് പേര് വീണ്ടും ആശംസകൾ അർപ്പിക്കും. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ ആചാര്യൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പ്രോഗ്രാം എന്തെല്ലാം നടക്കും എന്നുള്ളൊരു ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാമാണ് ഈ സത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. ആദ്യമായിട്ടുള്ളൊരു ഉദ്ഘാടന സഭ ആദ്യത്തെ ദിവസം ഉണ്ടാവും. അതുപോലെ ഈ 11 ദിവസവും പ്രത്യേകമായ യജ്ഞങ്ങൾ, സുദർശനഹോമം, അങ്ങനെ 11 യജ്ഞങ്ങൾ ഈ വേദിയിലുണ്ടാവും. അതുപോലെ തന്നെ പാരായണങ്ങളായിട്ട് വിഷ്ണു സഹസ്രനാമ പാരായണം, ഗായത്രി യജ്ഞങ്ങൾ, ലളിതാ സഹസ്രനാമ പാരായണം, ഭഗവത്ഗീത പാരായണം, നാരായണീയ പാരായണം, അതുപോലെ തന്നെ വേദമന്ത്ര ജപം എന്നുള്ള ക്രമങ്ങൾ എല്ലാ ദിവസവും ഈ യാഗവേദിയിലുണ്ടാവും. അതിലുപരി നമ്മളുടെ യോഗാസനത്തെക്കുറിച്ച് യോഗ വിദ്യാർത്ഥികളും യോഗാസന ആചാര്യന്മാരും ചേർന്ന് ഒരു യോഗാ പ്രദർശനം ഉണ്ടാവും. അതിലുപരി ഇവിടെ നമ്മൾ ഭാഗവത് സത്രത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ആധ്യാത്മിക സത്രങ്ങളിലോ അല്ലെങ്കിൽ വിഷയങ്ങളിലോ ഒന്നും കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ സമൂഹത്തിലുള്ള ഭൗതികപരമായ കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രത്യേകമായ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കൃഷിയുടെ സംബന്ധിച്ചിട്ടുള്ള ഒരു സെമിനാർ, അതുപോലെ തന്നെ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള സെമിനാർ, അതുപോലെ തന്നെ നമ്മൾക്ക് കുട്ടികളെ ഈ യാഗവേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സത്സംഗവേദിയിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രത്യേക പ്രോഗ്രാമുകൾ, സെമിനാറുകളും അതുപോലെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലുള്ള കോഴ്സ് ഒരു സെമിനാറുകളെല്ലാം ഇതിൽ നടക്കും. അതിൽ പ്രത്യേകിച്ചും ഈ സംഗമത്തിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുടെ സംഗമം ഉണ്ടായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാര്യ സംഗമം, സന്യാസിമാർ, ശ്രേഷ്ഠരായ സന്യാസിമാരെ നമ്മളിവിടെ എല്ലാവരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലുള്ള ആചാര്യ സംഗമം നടത്തും. രഥയാത്ര ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ട ഈ ഗോപൂജ എന്നുള്ള ഒരു സംരംഭം ഉണ്ടാവും. അതുപോലെ ഭജനകൾ ഉണ്ടാവും, മാതൃപൂജകൾ ഉണ്ടാവും, കലാപരിപാടികളും എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പരിപാടിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു സ്വാഗത സംഘത്തെ നേരത്തെ കുറച്ച് ആളുകൾ ഇരുന്ന് ആലോചിച്ച് അവരുടെ സമ്മതം വാങ്ങിച്ച് തയ്യാറാക്കിയ ലിസ്റ്റ് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ സമിതികളിൽ ഒരുപാട് സമിതികളുണ്ട്. ഞാൻ ഇവിടുത്തെ സമിതിയിൽ ആദ്യം പ്രഖ്യാപിക്കാം. ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ എന്നുള്ള പാനലിലേക്ക് ഈ നാട്ടിലെ തന്നെ ഒരു പ്രൊഫസറും അഖില്യ കോളേജിലെയും അമൃത കോളേജിലും എല്ലാം പ്രൊഫസറായിരുന്ന ഒരു ആധ്യാത്മിക ചിന്തകനും വിശിഷ്ടാദ്വൈതത്തെക്കുറിച്ച് നല്ലപോലെ അറിവുള്ള ഒരു മഹത് വ്യക്തിയാണ് നമ്മളുടെ ഇവിടെ ചെയർമാനായി, ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായി നിർവഹിക്കുന്നത്. അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഗോഷ്ഠീശ്വരൻ എന്നാണ്. അദ്ദേഹത്തെ ചെയർമാനായി നമുക്ക് അംഗീകരിക്കാം. അതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വർഷങ്ങളോളം ഈ ക്ഷേത്രത്തെ ഒരു പരിധിക്ക് അതിന് ഉന്നമനത്തിലെത്തിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീമാൻ സെൽവൻജി. അദ്ദേഹം വൈസ് ചെയർമാനായിട്ട് ഇവിടെ നമ്മൾ അവരോധിക്കുന്നു. അതുപോലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പട്ടാഭിരാമൻ ഒഴിഞ്ഞാമ്പാറ, അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കണം. അതുപോലെ തന്നെ ജയദേവൻ പത്തനംതിട്ട, അതുപോലെ സേതു മണൽത്തോട് 5-ാം മൈൽ എന്നിവരാണ് വൈസ് ചെയർമാനായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു വലിയൊരു സമിതിയാക്കി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഇത്രയും വൈസ് ചെയർമാൻ കൂടെ ഉണ്ടാവുമെന്നുള്ളതാണ്. അതുപോലെ വർക്കിംഗ് ചെയർമാനായിട്ട് ശ്രീ എം സുധാകര ബാബു, അത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് ചെയർമാനായിട്ട് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടുള്ളത് നമ്മളുടെ ഈ ക്ഷേത്രത്തെ ഈ നിലയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ജയപാൽ ജി. അദ്ദേഹമാണ് ഈ ജനറൽ കൺവീനറായിട്ട് ഇവിടെയുള്ളത്. പിന്നെ ഇതെല്ലാം നമ്മളെ ഈ ഭാഗത്തുള്ള ആളുകളാണ്. ഈ വേദിയിലിരിക്കുന്ന ആളുകളെല്ലാവരും ഓരോ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഉടമകളാണ്. ഓരോ ശിഷ്യ പരമ്പരകളുള്ളവരാണ്. ആയിരക്കണക്കിന് സത്സംഗങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം ഈ സത്സംഗവേദിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് കൺവീനറായിട്ട് ഉണ്ണികൃഷ്ണൻ കല്ലേപ്പുള്ളി പൂത്തുമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചിരുന്ന ചെന്താമരാക്ഷൻജി, അഖില ഭാരത നാരായണ സംസ്ഥാന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് നാരായണീയരുടെ നേതൃത്വം വഹിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം ജോയിൻറ്റ് കൺവീനറായിട്ട് ഇവിടെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവും.
അതുപോലെ തന്നെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിൽ പല രീതിയിലും ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ശ്രീ ശ്യാം പ്രസാദ് ജി ജോയിൻറ്റ് കൺവീനറാണ്. അദ്ദേഹം അഞ്ചുമുഖി ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയും അങ്ങനെ ഒരുപാട് പ്രവർത്തനം ചെയ്യുന്ന അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം ഗൾഫിലാണ്. അതുപോലെ തന്നെ ജോയിൻറ്റ് കൺവീനറായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കതിർ വേലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കണം. ശിവകുമാർ മേനോൻപാറ, സുന്ദരൻ നല്ലേപ്പുള്ളി, ആറുമുഖൻ മേനോൻപാറ എന്നിവരാണ് ജോയിൻറ്റ് കൺവീനറായിട്ട് നിലകൊള്ളുന്നത്. ചീഫ് കോർഡിനേറ്ററായിട്ട് ഇവിടെ ഉള്ള ദിലീപ് മേനോൻപാറയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കണം. അതുപോലെ കോർഡിനേറ്റർമാരായിട്ട് അനിൽകുമാർ, മോഹനൻ മാഷ്, സരസ്വതി മെഡിക്കൽസ്, രമേശ്, ദിനേശ്, സതീഷ് എന്നിവരാണ് കോർഡിനേറ്റർമാർ ആയിട്ട് നിലകൊള്ളുന്നത്. ഇതിൻ്റെ ട്രഷറായിട്ട് നമ്മളുടെ ഈ ക്ഷേത്രത്തിൽ ട്രസ്റ്റി ആയിട്ടുള്ള അയ്യാവ് സ്വാമിയാണ്. അദ്ദേഹം ഒന്ന് വേദിയിലേക്ക് വരണം. അദ്ദേഹത്തെ എല്ലാവരും നമ്മൾ ആചാര്യന്മാരൊന്ന് കാണണം. ഇദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി, ഇദ്ദേഹമാണ് നമ്മുടെ ട്രഷറർ. അതുപോലെ തന്നെ ഈ സ്വാഗത സംഘത്തിൽ ഒരു പ്രത്യേക സമിതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ആചാര്യന്മാരുടെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ധർമാചാര്യ സഭ എന്നുള്ള പേരിൽ ഒരു സംഘടനയാണ്. അത് ഇപ്പോൾ കേരള ലെവലിൽ പ്രവർത്തിക്കുന്നതാണ്. ആ ആചാര്യ സമിതിയിലുള്ള എല്ലാ ശ്രേഷ്ഠരായ സന്യാസിവര്യന്മാരും അതുമായി ബന്ധപ്പെട്ട ഭാഗവത ആചാര്യന്മാരും എല്ലാവരുടെയും സാന്നിധ്യത്തിനകത്തുണ്ടാവും. അങ്ങനെ ആചാര്യ സമിതി എന്ന പേരിൽ നമ്മൾ ഇപ്പോൾ അവരോട് അനുവാദം ചോദിച്ചിട്ടുള്ള ആളുകളെ ഞാൻ പേര് വായിക്കാം. അശേഷാനന്ദ സരസ്വതി ചിന്മയ മിഷൻ പാലക്കാട്, സ്വരൂപാനന്ദ സരസ്വതി നിത്യാനന്ദാശ്രമം ഒലവക്കോട്, പ്രഭാകരാനന്ദ സരസ്വതി മഹാമണ്ഡലേശ്വർ മങ്കര, ശ്രീമൻ മിനി ശബരിമല എന്ന ഒരു പ്രസ്ഥാനം നടത്തുന്നു അദ്ദേഹം. കൃഷ്ണാത്മാനന്ദ സരസ്വതി ദയാനന്ദാശ്രമം ആർഷതീർത്ഥം ഓലശ്ശേരി, പൂർണ്ണാനന്ദ തീർത്ഥപാദ ശ്രീ രാമകൃഷ്ണാശ്രമം മഞ്ഞപ്ര, ദേവാനന്ദപുരി അദ്വൈതാശ്രമം വെട്ടിക്കാട് നമ്മളുടെ ഇടയിലുണ്ട്. ചന്മയാനന്ദ സരസ്വതി നാരായണാലയം നല്ലേപ്പുള്ളി, ശ്രീ സ്വാമിനാഥൻ രമണാശ്രമം പാലക്കാട്, സ്വാമി വിശാലാനന്ദ സരസ്വതി രാമപുരം വിഷ്ണു ക്ഷേത്രം, രാജയോഗിനി ബ്രഹ്മകുമാരി മീനാഭകൻ ബ്രഹ്മകുമാരി മെഡിറ്റേഷൻ സെൻറ്റർ പാലക്കാട്, ജയകുമാർ രാമകൃഷ്ണ തദ്വന ആശ്രമം മലമ്പുഴ, വ്യാസാനന്ദ ശിവയോഗി വ്യാസമഠം ചിറ്റൂർ, മൈത്രേയൻ ശക്തിപീഠം. അവരാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ എത്തിയിട്ടുള്ളത്. അവരാണ് ഈ ആചാര്യ സമിതി, നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെ ആചാര്യ തലത്തിൽ നിന്ന് നമ്മളെ മാർഗനിർദ്ദേശം തരുന്നവർ. അതുപോലെ തന്നെ ഉപദേശ സമിതി എന്ന പേരിൽ നമുക്ക് കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട്. മരുത റോഡ് രാമശ്ശേരി എന്ന ഭാഗത്ത് ഉള്ള ഭുവനേശ്വരി അമ്മ കർഷകശ്രീ അവാർഡ് നേടിയ അമ്മയാണ് നമ്മുടെ ഉപദേശ സമിതിയിലുള്ള ഒരാളെ. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ നേരത്തെ നമ്മൾക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുള്ള മധു മാസ്റ്റർ, അദ്ദേഹം വലിയൊരു ആധ്യാത്മിക പ്രസ്ഥാനത്തിലും അതുപോലെ സാമൂഹിക സന്നദ്ധ സംഘടന പ്രവർത്തനങ്ങളിലും വളരെ ദീർഘമായി പ്രവർത്തിച്ച ഒരു മാഷാണ് അദ്ദേഹം. ഈ ഉപദേശ സമിതി നമുക്ക് വേണ്ട നിർദ്ദേശം തരും. അതുപോലെ പുതുശ്ശേരി ശ്രീനിവാസൻ ഗാന്ധി ആശ്രമം, അദ്ദേഹം നമുക്ക് ഈ ഉപദേശ സമിതിയിലുണ്ട്. അതുപോലെ തന്നെ അഖില ഭാരത നാരായണ സമിതിയുടെ ഉത്തരമേഖലാ സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ കണ്ണൻകുട്ടി ജിബിടിയുണ്ട്. അദ്ദേഹം ഈ ഉപദേശ സമിതിയിലുണ്ട്. അദ്ദേഹം ഒന്ന് കാണണം, ഒന്ന് വേണമെങ്കിൽ നിൽക്കാം. അതുപോലെ തന്നെ ഈ പ്രകൃതി സംരക്ഷണവുമായി പ്രകൃതി പരിസ്ഥിതി പ്രവർത്തനങ്ങളായിട്ടുള്ള വൈൽഡ് ഓഫീസറായിട്ടുള്ള ഒരു ഗുരുവായൂരപ്പൻ എന്നുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം തത്തമംഗലത്തുള്ള ആളാണ്. കൃഷ്ണൻകുട്ടി അഖില ഭാരത നാരായണീയ സമിതി ജില്ലാ സെക്രട്ടറി, അദ്ദേഹം വരുന്നുണ്ട്. അതുപോലെ തന്നെ സതീഷ് മേനൻ അഖില ഭാരത നാരായണീയ സമിതി ഉത്തരമേഖലാ പ്രസിഡന്റ് ഇവിടെയുണ്ട്. അദ്ദേഹം ഒന്ന് എണീറ്റ് നിൽത്ത് പറയണം. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സേവനമുക്തപരമായ പ്രവർത്തനം ചെയ്യാനുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാം പാറ എലപ്പുള്ളി ഭാഗത്ത് സേവാഭാരതിയുടെ പ്രവർത്തകനായി നിൽക്കുന്ന സായി പ്രമോദ്, അദ്ദേഹം ഇതിലെ ഉപദേശ സമിതിയിലെ ഒരു അംഗമാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഒന്ന് എണീറ്റ് നിന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഗണേഷ് ജി സേവാഭാരതിയുടെ വേറൊരു വ്യക്തിത്വമാണ്. രാമചന്ദ്രൻ സേവാഭാരതി കൊല്ലംകോട്. ഇത്രയും വ്യക്തിത്വങ്ങളാണ് നമുക്കിപ്പോൾ ഉപദേശ സമിതിയിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മെമ്പേഴ്സായിട്ടുള്ളത് ദേവദാസ്
ഇവിടുത്തെ ഈ വാർഡ് മെമ്പറാണ്. അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹമാണ് ഇവിടുത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പ്രധാനി. അതുപോലെ തന്നെ ബാബു അത്തിക്കോട്, രാജാറാം അടുക്കളം, അർജുനൻ മേനോൻപാറ, സുനിൽ പഴനിയാർവാളയം, പരമേശ്വരൻ പഴനിയാർവാളയം, പരമേശ്വരൻ പഴനിയാർവാളയം, പ്രശോഭ് കോഴിപ്പാറ, ഗംഗാധരൻ പള്ളിക്കൂടത്തനൂർ, ബേബി മേനോൻപാറ, പത്മ ടീച്ചർ, രതീഷ് പഴനിയാർവാളയം. ഇതിന് വേറൊരു കമ്മിറ്റി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ യാഗവേദിയിൽ വെച്ച് അനേകം കുട്ടികളുടെ യോഗ പ്രദർശനം ചെയ്യാൻ വേണ്ടി പാലക്കാട് ജില്ലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ യോഗാചാര്യന്മാർ ഇതിന് നമ്മളെ കൂടിയുണ്ട്. അതിന് യോഗ ആചാര്യ സഭ എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അവർക്കൊരു സഭയുണ്ട്. അത് നമുക്ക് അവരെ പരിചയപ്പെടുത്താം. വിജയകുമാർ ഇടത്തര, നാരായൺ ശരണത യോഗ വിദ്യാലയം, അതുപോലെ തന്നെ ഈ വേദിയിൽ പ്രഭാകരൻ വേദയോഗ ആൻഡ് മെഡിറ്റേഷൻ സെൻ്ററിലെ വ്യക്തിത്വം, അതുപോലെ പതഞ്ജലി യോഗയുടെ തിപ്പയ്യ സ്വാമി, അതുപോലെ യോഗ ആചാര്യരായ മുരളീകൃഷ്ണൻ വടക്കഞ്ചേരിയിലുള്ളത്, ശ്രീ സന്തോഷ് ജില്ലാ യോഗ അസോസിയേഷൻ പ്രസിഡന്റ്, പതഞ്ജലി യോഗാചാര്യൻ മണ്ണാർക്കാട്, സജീന്ദ്രൻ വെള്ളിനേഴി യോഗ വിദ്യാപീഠം തിരുവാഴിയോട് സംസ്ഥാന യോഗ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്. ഇവിടെ നമ്മളുടെ അടുത്ത് തന്നെ വേൽമുരുകൻ എന്നുള്ള ഒരു വലിയൊരു യോഗ അഭ്യാസിയുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ നമ്മൾക്ക് അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള വേൽമുരുകൻ എലപ്പുള്ളി. ഗുരു യോഗ പെരുവിൽ ഒരു യോഗ സെൻ്റർ ഉണ്ട്. ഇതാണ് യോഗാചാര്യ സമിതിയുടെ ക്രമം. അതുപോലെ തന്നെ ഈ യജ്ഞങ്ങൾ നടക്കുമ്പോൾ ഇതിനൊരു സത്സംഗ സമിതിയുണ്ട്. ആ സമിതിയിലുള്ള അംഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ വന്നിട്ടുള്ളവർ ഒന്ന് എണീറ്റ് നിൽക്കണം. സുധാ ഗോപാലകൃഷ്ണൻ പല്ലാവൂർ, രാധിക പുതുശ്ശേരി, മൂകാംബിക മേനോൻ ചിറ്റൂർ, യശോദ തത്തമംഗലം, രാജേശ്വരി തിരുവമ്പ്, സരോജ കണ്ണാടി, രാധാകൃഷ്ണൻ കൊല്ലങ്കോട്, വിജയലക്ഷ്മി ടീച്ചർ കൊല്ലങ്കോട്, ഗീത അച്യുതൻ പാലക്കാട്, രതീഷ് അമ്പാടി ഒലവക്കോട്, പെരിങ്ങര കേശവൻ നമ്പൂതിരി, നാരായണി ആശ്രമം പൂതനൂർ, വിമല നായർ കൊല്ലങ്കോട്. ഇവിടെ ഒരു ഭാഗവതാചാര്യൻ വന്നിട്ടുണ്ട്, മുരളീധരൻ. അദ്ദേഹം ഈ സത്സംഗ സമിതിയിൽ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് നമുക്ക് അനുവാദം തന്നിട്ടുള്ളത് നമ്മളുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചറാണ്. അവരെ ഇതിൻ്റെ രക്ഷാധികാരികളായി നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള കുമരേശ്വർ ഗവർണർ പെരന്താവളം രക്ഷാധികാരിയായി നിലകൊള്ളുന്നു. അതുപോലെ ശ്രീമാൻ ഉണ്ണി മോക്ഷത മങ്കര, അദ്ദേഹം രക്ഷാധികാരിയായി നിലകൊള്ളുന്നു. അതുപോലെ കണ്ണൻ കോവൈ പുതൂർ, ഡോക്ടർ രവീന്ദ്രൻ ചിറ്റൂർ എന്നിവരാണ് രക്ഷാധികാരികളായി നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷികളായിട്ടുള്ള ഒരു സംഘടനയുണ്ട് അതിനകത്ത്. അതിന് നേതൃത്വം വഹിക്കുന്നത് വിജയകുമാർ ചെത്തല്ലൂർ, അത് സനാത് മാത്തൂർ എന്നിവരൊക്കെയാണ്. അതുപോലെ സാംസ്കാരിക പരിപാടികൾ ക്രോഡീകരിക്കാനൊരു സമിതിയുണ്ട്. അത് ജനാർദ്ദനം പുതുശ്ശേരി, മാങ്കുറിച്ചി അരവിന്ദാക്ഷൻ എന്നുള്ളവരാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലുണ്ടാവാൻ പോകുന്നത്. അതിലുപരി ഈ അടുത്ത മാസം മുതൽ ഇവിടെ ഈ യജ്ഞത്തോടനുബന്ധിച്ച് ഓരോ മാസവും പൗർണമി നാളിൽ ഇവിടെ ഇരിക്കുന്ന ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള സത്സംഗങ്ങൾ ഉണ്ടാവും. എല്ലാ മാസവും പൗർണമി നാളിൽ നമ്മളുടെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. അതുപോലെ മെഡിറ്റേഷൻ ഉണ്ടാവും, വിവിധ സത്സംഗങ്ങൾ ഉണ്ടാവും, രാജയോഗ മെഡിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ സത്സംഗങ്ങൾ എന്നിവയാണ് ഈ സത്സംഗ വേദിയിൽ ഉണ്ടാവുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഈ യജ്ഞസമിതിയുടെ അല്ലെങ്കിൽ ഈ സ്വാഗത സംഘത്തിൻ്റെ രൂപീകരണം. അപ്പോൾ ഈ സ്വാഗത സംഘം നമുക്ക് എല്ലാവർക്കും പ്രണവ മന്ത്രത്തോടുകൂടി പ്രഖ്യാപിക്കാം. എല്ലാവരും ഒരു സകനോ ഭുനക്തു സകവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ സംഘടന പൂർണ്ണമല്ല, ഇനി ഇതിൽ അനേകം ആളുകളെ ചേർത്താനുണ്ട്. ഇത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ആളുകളെ മാത്രം വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് ആളുകൾ ചേർത്താനുണ്ട്, അത് ചേർത്തും. ഇനി ഇതിനോട്